പ്രസിഡന്റ് പി സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 25-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ദിനങ്ങളിൽ നിത്യവും ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ, സോപാന സംഗീതം, ദീപാരാധന, അത്താഴ പൂജ എന്നിവ ഉണ്ടാകും. 20-ന് വൈകിട്ട് 7:30-ന് കലാപരിപാടികൾ, 21-ന് വൈകിട്ട് ഗുരുവായൂർ ഗാന്ധാരയുടെ നാടകം, 22-ന് വൈകിട്ട് 7:30-ന് ബാലെ, 23-ന് വൈകിട്ട് 7-ന് ദേവിക്ക് കളം, 10-ന് വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തുപാട്ട് എന്നിവയും ഉണ്ടാകും. 25-നാണ് മഹോത്സവം. പുലർച്ചെ 5 മുതൽ നിർമ്മാല്യം, അഭിഷേകം, ഗണപതി ഹോമം, പന്തിരടി പൂജ എന്നിവ നടക്കും. 8-ന് പറനിറത്ത്, 9-ന് ശ്രീമൂലസ്ഥാനത്ത് നിന്നും എഴുന്നള്ളിപ്പ്, കൊടകര ഉണ്ണി നയിക്കുന്ന പാഞ്ചാലി മേളം എന്നിവ ഉണ്ടാകും. 10:30-ന് കലശാഭിഷേകം, വൈകിട്ട് 3-ന് എഴുന്നള്ളിപ്പ്, കലാമണ്ഡലം സോമൻ നയിക്കുന്ന പഞ്ചവാദ്യം, 5:30-ന് പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളം, രാത്രി 8-ന് തായമ്പക, 9-ന് മഹാഗുരുതി, തുടർന്ന് താലിവരവ്, പിറ്റേന്ന് പുലർച്ചെ 3-ന് എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി, മേൽശാന്തി TR പ്രദീപ് ശാന്തി എന്നിവർ കാർമ്മികരാണ്. എഴുന്നള്ളിപ്പിന് 5 ആനകൾ അണിനിരക്കും. കുന്നത്തൂർ രാമു ഭഗവതിയുടെ തിരമേറ്റു. വാർത്താ സമ്മേളനത്തിൽ സമാജ പ്രസിഡന്റ് EK മാധവൻ, സെക്രട്ടറി EV സുബ്രഹ്മണ്യൻ, ട്രഷറർ EH ചന്ദ്രൻ, രക്ഷാധികാരി AR രാമകൃഷ്ണൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. നമ്മുടെ നാടിൻ്റെ സൗഹൃദവും സർവോപരി കൂട്ടായ്മയും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആ മഹത്തായ ഉത്സവം കാലങ്ങളായിട്ട് അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിഗംഭീരമായി കൊണ്ടാടുകയാണ്. ഈ വർഷവും അതേമാതിരി തന്നെ നമ്മൾ വിപുലമായ രീതിയിൽ തന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. അത് നാട്ടുകാരുടെ സമാജങ്ങളുടെ കലാപരിപാടികൾ 2 ദിവസം, തുടർന്ന് നാടകങ്ങൾ, ബാലെ, അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളായ കളംപാട്ടുകൾ, അത് കഴിഞ്ഞ് സമാപന ദിവസം 25-ാം തീയതി 5 ഗജവീരന്മാരുടെ നെടുന്നുള്ള ശിവേലിയോടുകൂടിയുള്ള മേളത്തിൽ നമ്മുടെ മേളപ്രമാണി കുട്ടന്മാരാണ്, പത്മശ്രീ കുട്ടന്മാരാണ് മേളത്തിൻ്റെ തീയതി. കാലങ്ങളായിട്ട് മേളം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊടകര ഉണ്ണിയാണ്. ഇപ്പോൾ ഈ വർഷവും അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ ഈ വർഷത്തെ ഈ മഹോത്സവ ചടങ്ങുകളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും, സമാജങ്ങളെയും, മാതൃസംഘത്തിലെയും, യുവജന സംഘടനകളെയും, ഭക്തജനങ്ങളെയും, നാട്ടുകാരെയും എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഉത്സാഹം നേർന്നുകൊണ്ട്